പൂക്കളുടെ മായാലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടിങ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഏതാണ്ട് കഥാപ്രസംഗം പറയാൻ പോകും. അല്ല കേട്ടോ, നമുക്ക് ഈ പ്രാവശ്യം കുറേ ചെറിയ പൂക്കളുടെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. അത് കണ്ട സന്തോഷത്തിലാണ് ഞാൻ. അതിനേക്കാളുപരി നിങ്ങളെ ഇത് കാണിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം. കിട്ടിയ പൂക്കളൊക്കെ ഇതാ നമ്മളൊരു ബാസ്ക്കറ്റിനകത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ബാസ്ക്കറ്റ് ഗിഫ്റ്റ് തന്നാ കേട്ടോ, നമ്മുടെ ഒരു ചേട്ടനും ചേച്ചിയും കൂടെ സന്തോഷത്തോടുകൂടി തന്ന ഒരു ഗിഫ്റ്റാണ്. അതിനകത്താണ് നമ്മളിത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഓരോന്നോരോന്നായിട്ട് കാണിക്കാൻ ഒരുപാട് സമയം എടുക്കും. അപ്പം എല്ലാ കളേഴ്സും തന്നെ ഞാനിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ സൈഡ് കാണിക്കാവേ. ഇഷ്ടമായോ? പിന്നില്ലേ, നമുക്ക് ഇപ്പം ലീഫിന് കുറേ ആവശ്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് എടുത്തത്. അപ്പോൾ രണ്ട് ഗുണമുണ്ട്. നമുക്കിത് ഫില്ലിങ്ങിനായിട്ട് വെക്കുകയും ചെയ്യാം, ഈ ലീഫ് നമുക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. വലിയ ഫ്ലവർ ബഞ്ചാണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ചെറിയ ചെറിയ ഫ്ലവേഴ്സും കിട്ടും. ഇത് കണ്ടോ? ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? അവനെ ഞാനിങ്ങനെ ഒരു ഫീല് വരാൻ വേണ്ടി ഇങ്ങനെ പൊഴിച്ചിട്ടതാണ് കേട്ടോ. നമ്മുടെ പന്നീർച്ചാമ്പ ഓർമ്മയില്ലേ? അതിങ്ങനെ പൊഴിഞ്ഞിട്ട് താഴെ ഇങ്ങനെ മെത്ത പോലെ കിടക്കുന്നത്. പക്ഷേ മെത്ത പോലെ ഇടാനുള്ള ഫ്ലവറൊന്നും എൻ്റെ കയ്യിലില്ല. ഉള്ളത് വെച്ച് ഒരു എന്താ പറയുക, ഒരു സംഭവമാക്കി എടുത്തതാണ്. അപ്പം എന്നെയും എൻ്റെ ഫ്ലവർ ബഞ്ചും ഒക്കെ ഇഷ്ടമായോ? താങ്ക് യു.